ശ്രീനന്ദ ചിക്കമാംഗ്ലൂർ വിഷയം എല്ലാവരും അറിഞ്ഞതാണല്ലോ. ചിക്കമാംഗ്ലൂരിലെ മലയിൽ വെച്ച് അപകടത്തിൽപ്പെട്ട് 1500 അടി താഴ്ചയിൽ ശ്രീനന്ദ വന്ന് പതിച്ചു. സംഭവം നടന്ന് ഏകദേശം 4 ദിവസത്തിന് ശേഷമാണ് ശ്രീനന്ദയുടെ മൃതദേഹം കിട്ടിയത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് തലയുടെ പിൻഭാഗത്ത് ശക്തമായ അടിയേറ്റതാണ് മരണകാരണം. കൂടാതെ അസ്ഥിയെല്ലൊക്കെ ഒടിഞ്ഞിട്ടുണ്ട്. കുടുംബാംഗങ്ങളൊക്കെ സംശയങ്ങളുമായി മുന്നോട്ട് വന്നിട്ടുണ്ട്. കാരണം അവർ നിന്ന മലയിൽ നിന്ന് ഏതോ ദൂരെ സ്ഥലത്താണ് ശ്രീനന്ദയുടെ മൃതദേഹം കിട്ടിയത്. എന്തായാലും വരും ദിവസങ്ങളിലെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ സത്യമറിയാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. സത്യത്തിൽ ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണം മറ്റൊന്നുമല്ല. ചിക്കമാംഗ്ലൂർ എന്ന സ്ഥലത്ത് ഞാൻ ടൂർ പോയൊരു വ്യക്തിയാണ്. അവിടെ ഞാൻ കണ്ടൊരു കാഴ്ച, വിദ്യാർത്ഥികളൊക്കെ വളരെ അപകടകരമായ രീതിയിൽ ഫോട്ടോസും വീഡിയോസും മറ്റു റീൽസ് ഷൂട്ടിംഗ് ഒക്കെ നടത്തുന്നുണ്ട്. ഒരു നിമിഷത്തെ നമ്മൾ റീച്ചിന് വേണ്ടി കാണിച്ചു കൂട്ടുന്ന പ്രവൃത്തിയല്ല നാളെ നമുക്ക് കരയേണ്ട ഒരു അവസ്ഥയിൽ വരരുത്. അതുകൊണ്ട് ആരെങ്കിലും ചിക്കമാംഗ്ലൂർ പോലുള്ള ഹില്ലി ഏരിയാസിലൊക്കെ ട്രാവൽ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധാപൂർവ്വം യാത്ര ചെയ്യാൻ ശ്രമിക്കുക. പരമാവധി അപകടകരമായ രീതിയിലുള്ള യാത്രകളൊക്കെ ഒഴിവാക്കുക. കാരണം നമ്മൾ കൂട്ടുകാരുടെ ഇടയ്ക്കൊക്കെ ആണെങ്കിലും വലിയൊരു വ്യക്തിയാണെന്ന് കാണിക്കാൻ വേണ്ടി പല സാഹസിക പ്രവൃത്തികളും കാണിക്കും. അത് നമുക്ക് തന്നെ ദോഷം ചെയ്യുള്ളൂ. കാരണം നമുക്ക് എന്തെങ്കിലും പറ്റിയാൽ അനുഭവിക്കാൻ നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു റിക്വസ്റ്റ് ആയിട്ട് കണക്കാക്കാം, അല്ലെങ്കിൽ ഒരു അഡ്വൈസ് ആയിട്ട് കണക്കാക്കാം. എന്തായാലും നല്ലൊരു ആശംസകൾ നേർന്നുകൊണ്ട് ഈ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.